നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 5 ബുധനാഴ്ചയാണ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ താരിഫിന് കാലതാമസം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് യുഎസും ചൈനയും തമ്മിലുള്ള വ്യാപാര മുന്നേറ്റത്തിന് നിക്ഷേപകർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതിനു ശേഷം ഇന്നലെ എനർജി സ്റ്റോക്കുകളുടെ സഹായത്തോടെ 3 പ്രധാനപ്പെട്ട യുഎസിലെ ഇൻഡെക്സുകളും ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ചരക്കുകൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് വാരാന്ത്യത്തിലാണ് ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിർത്തിയും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട പ്രതിബന്ധങ്ങൾ കാരണം 30 ദിവസത്തേക്ക് വൈകിപ്പിക്കാനാണ് ഇപ്പോൾ ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഇൻവെസ്റ്റേഴ്സിനിടയിൽ വലിയ ആശ്വാസം ഉണ്ടാക്കിയത് തന്നെയാണ് ഇന്നലെ വിപണി ഉയരാനുള്ള കാരണമായത്. ഇതിനിടയിൽ ഫെഡറൽ റിസർവിലെ 3 ഉദ്യോഗസ്ഥർ പുതിയതായി ഏർപ്പെടുത്തിയ താരിഫ് ഇൻഫ്ലേഷൻ റിസ്ക് ഉണ്ടാക്കുമെന്ന് സൂചനകൾ നൽകി. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വൈകാൻ കാരണമാകും എന്നും അവർ പറയുന്നു. ഇനി യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഭൂരിഭാഗം മാർക്കറ്റുകളും പോസിറ്റീവിലായിരുന്നു. ഏഷ്യൻ വിപണിയിലേക്ക് വന്നാൽ US താരിഫുകൾക്കെതിരെ ചൈനയുടെ മറുപടി ശ്രദ്ധേയമായി. US കൽക്കരി, നാച്ചുറൽ ഗ്യാസ് എന്നിവയ്ക്ക് 15% താരിഫും US ക്രൂഡ് ഓയിൽ, ഫാം എക്യുപ്മെന്റ്സ് എന്നിവയ്ക്ക് 10% താരിഫും ഏർപ്പെടുത്താൻ ചൈന തീരുമാനിച്ചു. ഏതായാലും കാര്യങ്ങൾ ഒരു താരിഫ് യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 1.77% ഉയർന്നു, വിപ്രോ 1%, ICICI ബാങ്ക് 1.25%, HDFC ബാങ്ക് 2%, ഡോക്ടർ റെഡ്ഡി 1.69% ഉയർന്നത്. ഇന്നലെ ഇടിവിലേക്ക് പോയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. 1.77% ഇടിഞ്ഞു. ഗോൾഡ് പ്രൈസ് സർവ്വകാല റെക്കോർഡിലാണ് ഇപ്പോൾ ഉള്ളത്. 62,480 രൂപയാണ് പവനുള്ളത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിനിൽ ഒരു ഇടിവ് കാണാൻ സാധിച്ചു. ഇപ്പോൾ $97,000 ബിറ്റ്കോയിൻ ഉള്ളത്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസുകളും നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി 50% ഡിസ്കൗണ്ടോടുകൂടി ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെയും വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യമായി US താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷം ചൈനയുടെ ഒരു പ്രതികരണം കൂടി ഇന്നലെ വന്നു കഴിഞ്ഞിരുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് US താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷം ഗൂഗിൾ, കാർഷിക ഉപകരണ നിർമ്മാതാക്കൾ, കാൽവിൻ ക്ലീനിന്റെ ഉടമ എന്നിവയുൾപ്പെടെയുള്ള US ബിസിനസ്സുകാർക്കെതിരെ ചൈന പുതിയ നടപടി ഏർപ്പെടുത്തി. US താരിഫുകൾക്ക് മറുപടിയായി കൽക്കരി, എണ്ണ, ചില വാഹനങ്ങൾ തുടങ്ങിയ US ഉൽപ്പന്നങ്ങൾക്ക് ചൈന തീരുവ ചുമത്തി. ഇനി മറ്റൊരു കാര്യമുള്ളത്, ചൈനയുടെ മാർക്കറ്റ് റെഗുലേറ്റർ ഗൂഗിളിനെതിരെ കുത്തക വിരുദ്ധ അന്വേഷണം ആരംഭിച്ചു എന്ന് പറയുന്നു. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ പരിമിതമായ ഗൂഗിൾ സാന്നിധ്യം മാത്രമാണുള്ളത്. ചൈനയിൽ നിന്നുള്ള വരുമാനം രാജ്യത്തിന്റെ ആഗോള വിൽപ്പനയുടെ ഏകദേശം 1% മാത്രമാണ്. US കൽക്കരി, നാച്ചുറൽ ഗ്യാസ് എന്നിവയ്ക്ക് ചൈന 15% താരിഫും US ക്രൂഡ് ഓയിൽ, ഫാം എക്യുപ്മെന്റ്സ് എന്നിവയ്ക്ക് 10% താരിഫും ചൈന ഏർപ്പെടുത്തി. ഇനി ഇന്നലെ US ചൈന വിഷയത്തിൽ വലിയ ഇടിവിലേക്ക് പോയത് ക്രൂഡ് ഓയിൽ ആയിരുന്നു. US ചൈന വ്യാപാര പിരിമുറുക്കം രൂക്ഷമായതിനെ തുടർന്ന് എണ്ണവില കുറഞ്ഞു. ചൈനയ്ക്കെതിരായ US താരിഫുകളും ചൈനയുടെ പ്രതികാര നടപടികളും എണ്ണ ആവശ്യകത കുറയുമെന്ന ആശങ്കയാണ് ഉയർത്തിയത്. ഏതായാലും ഇന്നലെ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു റിക്കവറി കാണാൻ നമുക്ക് ക്രൂഡ് ഓയിലിൽ സാധിച്ചു. മറ്റൊരു വാർത്തയുള്ളത്, ഓഗസ്റ്റ് മാസം മുതൽ ആൽഗോ ട്രേഡിംഗിൽ പങ്കെടുക്കാൻ റീറ്റെയിൽ നിക്ഷേപകരെ സെബി അനുവദിച്ചു. ഇതുവരെ സ്ഥാപന നിക്ഷേപകർക്ക് മാത്രമേ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ട്രേഡിംഗ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ കഴിയൂ. ആൽഗോ ട്രേഡിംഗ് കൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേഗത്തിലുള്ള ഓർഡർ എക്സിക്യൂഷനും മെച്ചപ്പെട്ട മാർക്കറ്റ് ലിക്വിഡിറ്റിയും നമുക്ക് ലഭിക്കും. ഇനി പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ടൈറ്റാൻ. നെറ്റ് പ്രോഫിറ്റിൽ വളരെ ചെറിയൊരു ഇടിവാണ് കാണുന്നത്. കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 1047 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ 1053 കോടി രൂപയായിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. ഇയർ ഓൺ ഇയറിലേക്ക് വന്നാൽ നെറ്റ് പ്രോഫിറ്റിൽ 5% ഇടിവും കാണാം. റവന്യൂവിൽ 24% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. അടുത്തത് വേൾപൂൾ ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 57% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 44 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11% വർധനവ് രേഖപ്പെടുത്തി 1705 കോടി രൂപയിലാണ് ഉള്ളത്. അടുത്തത് ഗാന്ധാർ ഓയിൽ റിഫൈനറീസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 59% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. 19 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 9% ഇടിവും രേഖപ്പെടുത്തി 1005 കോടി രൂപയിലാണുള്ളത്. മറ്റൊരു കമ്പനി ടാറ്റ പവർ ആണ്.
നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 8% വർധനവ് രേഖപ്പെടുത്തി 1031 കോടി രൂപയിലാണുള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 5% വർധനവും കമ്പനി രേഖപ്പെടുത്തി 15,391 കോടി രൂപയിലാണ് ഉള്ളത്. അടുത്തതായി NSE ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 22% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിലും 94% വർധനവ് ഇയർ ഓൺ ഇയറിലും കമ്പനി രേഖപ്പെടുത്തി. റവന്യൂവിൽ 8% ഇടിവാണ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ വന്നത്. എന്നാൽ 24% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. എബിറ്റയിൽ 50% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം RVNL. കമ്പനിക്ക് 404 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്തത് സൺഫാർമയാണ്. CGST ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്ക് 160 കോടി രൂപയുടെ ഒരു പെനാൽറ്റി ലഭിച്ചിരിക്കുന്നു. ഇന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് പറയാം. ബാക്കിയുള്ള കമ്പനികളുടെ ലിസ്റ്റ് നമ്മൾ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആർത്തി ഫാർമ ലാബ്സ്, കുമ്മിൻസ് ഇന്ത്യ, ഡാറ്റ പാറ്റേൺസ്, എസ്റ്റർ ഇൻഡസ്ട്രീസ്, എവറിഡേ ഇൻഡസ്ട്രീസ്, ഇന്നോവ ക്യാപ്റ്റാബ്, മാട്രിമോണി.com, പേജ് ഇൻഡസ്ട്രീസ്, റിലയൻസ് പവർ, സുല വൈൻയാർഡ്സ്, സ്വിഗ്ഗി, തനീജ എയറോസ്പേസ്, തങ്കമയിൽ ജ്വല്ലേഴ്സ്, സൈഡസ് ലൈഫ് സയൻസ് തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നവർക്കായിട്ടുള്ളതാണ്. ഒത്തിരിയേറെ പേർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കോൾ എന്താണ്, പുട്ട് എന്താണ്, ഏത് സ്ട്രൈക്കിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്, അങ്ങനെ ഒത്തിരിയേറെ സംശയങ്ങൾ നമുക്കിടയിൽ തന്നെ ഉള്ളവരുണ്ടാകും. ഇതുവഴി ഒത്തിരിയേറെ പേർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ടാകും. അതുകൊണ്ട് വളരെ കുറഞ്ഞ ഫീസിൽ 750 രൂപയ്ക്ക് നിങ്ങൾക്ക് ബേസിക്സിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു സുവർണാവസരം ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരുക്കുകയാണ്. അതും വെറും 4 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് നല്ലൊരു ധാരണ ഓപ്ഷൻസിനെ കുറിച്ച് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ആർക്കെങ്കിലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. FIDE ആക്ടിവിറ്റിയിലേക്കാണ്. അങ്ങനെ ഏറെ കാലത്തിന് ശേഷം FIS ബൈ ചെയ്തിരിക്കുന്നു. ഇന്നലെ 809 കോടി രൂപയ്ക്കാണ് FIS ബൈ ചെയ്ത്. DIS ആവട്ടെ 431 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് US ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തിയ താരിഫും ചൈന തിരിച്ച് US കൊടുത്ത മറുപടിക്കും ശേഷം ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 0.12% നേട്ടത്തിലാണ്. ഹോങ്കോങ് മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.14% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് 1.82% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 1.09% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,844 എന്ന നിലയിലാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 60 മുതൽ 65 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഇന്നലെയും വലിയ സമ്മർദ്ദം നേരിട്ടത് ഓയിൽ പ്രൈസുകൾ തന്നെയായിരുന്നു. ഇന്നലെ തുടക്കത്തിൽ വലിയ രീതിയിൽ ഇടിവിലേക്ക് പോയ ഓയിൽ പ്രൈസുകൾ പിന്നീട് ഒരു റിക്കവറി നടത്തുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $76.22 പെർ ബാരൽ എന്ന നിലയിൽ 0.08% നേട്ടത്തിലാണ്. WTI ഉള്ളത് $72.83 പെർ ബാരൽ എന്ന നിലയിൽ 0.18% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 23,739-ൽ 378 പോയിന്റ്സ് ഉയർന്നാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡ് ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. ഇനി അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവൽ എന്ന് പറയുന്നത് അപ്സൈഡിലെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ തന്നെയാണ്. ഈ കഴിഞ്ഞ 2024 സെപ്റ്റംബറിലും പിന്നീട് 2024 ഡിസംബറിലും ഈ അപ്സൈഡിലെ ഈ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി ഇടിഞ്ഞത്. ഇത്തവണയും ആ ഒരു ടച്ച് പോയിന്റിൽ വീണ്ടും ടച്ച് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് നിഫ്റ്റി. ഇവിടെ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുമോ അതോ വീണ്ടും നിഫ്റ്റി താഴേക്ക് വീഴുമോ എന്ന് തന്നെയാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അപ്സൈഡിൽ ഈ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യുന്നതിനോടൊപ്പം പ്രധാനപ്പെട്ടതാണ് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ കൂടി ക്രോസ് ചെയ്യുക എന്നത്. കൂടാതെ കഴിഞ്ഞ 2 ദിവസത്തെയും ബുള്ളിഷ് വോളിയം ആവറേജ് ബുള്ളിഷ് വോളിയത്തെക്കാൾ കൂടുതലാണ്. അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ കാണിച്ചു തരുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടി ഒന്ന് നോക്കാം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെ ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. ഫുഡ് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,500, അതിനുശേഷം 23,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,400 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,800-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും ഫുഡ് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം 23,750 സ്ട്രൈക്കിൽ 641% ഒരു ലോങ് ബിൽഡപ്പ് ഫുഡ് സൈഡിൽ കാണാം. എന്നാൽ കോൾ സൈഡിൽ വെറും 350% മാത്രം വർധനവാണ്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെ കാണുന്നത്. കോൾ സൈഡിൽ 23,700 സ്ട്രൈക്കിൽ 661% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് ഫുഡ് സൈഡിൽ വീണ്ടും കാണാം.
364% മാത്രം വർധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത്. 23,800 സ്ട്രൈക്കിൽ 271% വർധനവ് ഒരു ലോങ് ബിൽഡപ്പ് കാണാമെങ്കിൽ പുട്ട് സൈഡിൽ, കോൾ സൈഡിൽ 322% ഒരു ഷോർട്ട് ബിൽഡപ്പ്, കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പ് അവിടെ കാണാം. 23,700ലും 23,750 സ്ട്രൈക്കിലും മാർക്കറ്റിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നതെങ്കിൽ 23,800 സ്ട്രൈക്കിൽ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ആണ് ശക്തിയോടെ നിൽക്കുന്നതെന്നും കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 50,157-ൽ 947 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഏകദേശം 2% ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഉയർന്നത്. ബാങ്ക് നിഫ്റ്റിയും ഇപ്പോൾ നല്ല ബുള്ളിഷ് മോഡിൽ തന്നെയാണുള്ളത്. ബാങ്ക് നിഫ്റ്റി പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ആവറേജ് വോളിയത്തേക്കാൾ കുറഞ്ഞിട്ടുള്ള ഒരു ബുള്ളിഷ് വോളിയമാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. ഏതായാലും എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതെല്ലാം കൊണ്ട് തന്നെ വളരെ പോസിറ്റീവായി തന്നെ കാണാം. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 52,000-ലാണ് കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 54,000 സ്ട്രൈക്കും അതിനുശേഷം 53,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000-ആണ്. അതിനുശേഷം 48,000 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കുമാണ്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.02-ൽ 2.33% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയത് OI പൾസ് എന്ന സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസിലേക്ക് ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ കൃത്യമായി തന്നെ യൂസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള OI ഡാറ്റ യൂസ് ചെയ്യുന്ന സൈറ്റുകൾ ഉപയോഗിക്കുക. OI പൾസ് അത്തരത്തിൽ നല്ലൊരു സൈറ്റ് തന്നെയാണ്. ആർക്കെങ്കിലും അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആ ലിങ്ക് നൽകി. ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.